ഇത് പറയാൻ സുഭാഷ് ചേട്ടൻ എന്തിനാ മടിക്കുന്നേ? ഈ വിഷയം അറിഞ്ഞാലേ എന്നെക്കാളും സന്തോഷിക്കുന്ന അവരായിരിക്കും. അതെ, പക്ഷേ നമ്മളെ കാണാൻ പെണ്ണു വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് പറയാൻ എനിക്കൊരു മടി. എനിക്ക് വേണ്ടി മോള് പറഞ്ഞാൽ മതി. ശരി, ഞാൻ പറഞ്ഞോളാം. അല്ല, എപ്പോഴാ അവര് വരുന്നേ? അത് പിന്നെ ഉച്ച കഴിഞ്ഞ്. ഓക്കെ, ഞാൻ നേരത്തെ എത്തിക്കോളാം. അവര് വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെച്ചോളാം. ശരി, എന്നാ ഞാൻ പോട്ടെ. ശരി. വന്നോ? അതെ, വന്നു. ഫോൺ വിളിച്ചിട്ട് വേഗം വരാൻ പറഞ്ഞല്ലേ? ഞാൻ എത്തുന്നതിന് മുന്നേ എത്തിയല്ലോ, അതാ ചോദിച്ചേ. നിധി ഒരു കാര്യം പറഞ്ഞ അത് അനുസരിക്കാതിരിക്കാൻ പറ്റൂ? ശരി. അല്ല, ഇതൊക്കെ ഇപ്പൊ എന്തിനാ ചെയ്യുന്നേ? ആ കസേരയൊക്കെ നേരത്തെ ഒതുക്കി വെക്ക്. കാര്യം പറ. ആദ്യം പറയുന്ന കേക്ക്. നിധിയേ, ഇത്ര തിടുക്കത്തിൽ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ്? ആര്? തന്റെ അച്ഛനാ? അയ്യോ, അങ്ങനെയല്ല. ഇത്ര പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേ ഇനിയിപ്പോ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേട്ടത്തിയമ്മയോ അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ശരിയാണല്ലോ, അവര് വരാനുള്ള സാധ്യതയില്ലല്ലോ. ശേ, ഞാനത് ഓർത്തില്ല. വേറെ ഇപ്പൊ ആര് വരാനാ? അയ്യേ, നശിപ്പിച്ചു. ഇതെന്തൊരു കിച്ചണാണോ? ആകെ അലങ്കോലായി കിടക്കുന്നുണ്ടോ? ഇതൊന്ന് കഴുകി അടുക്കി വെച്ചൂടായിരുന്നോ? കഴുക. ഞാനോ? അല്ലാതെ പിന്നെ ഇനി അതിന് സുഭാഷ് ചേട്ടനെ കാത്തിരിക്കണോ? ഈ വീട്ടിൽ ഉപയോഗിച്ച പാത്രങ്ങളല്ലേ കഴുകി വൃത്തിയാക്കി വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കഴുക. പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കാതെ വേഗം കഴുക സുധീഷേ. ഓടി വരാൻ പറഞ്ഞപ്പോ ചാടി വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളല്ലേ, ഞാൻ ഓരോന്നോരോന്നായിട്ട് കഴുകട്ടെ. സാധാരണ ഇതൊന്നും അറിയാറില്ലല്ലോ, ഒരു ദിവസമെങ്കിലും തിരിച്ചറിയട്ടെ. ഈ പാത്രത്തിൽ എന്താ പഴുക്കുള്ളത്? ഇത് അങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ എന്താ ഇപ്പൊ കുഴപ്പം? അതിപ്പോ സോപ്പിട്ട കൈകൊണ്ട് തൊട്ടില്ലേ, ഇനി ഏതായാലും കഴിക്കോ. ഇങ്ങനെ തല്ലി ഉടക്കല്ലേ, അല്ലെങ്കിൽ തന്നെ ചതഞ്ഞ് ഞെളിങ്ങിയിരിക്കുന്ന പാത്രങ്ങളാ. ശബ്ദം ഉണ്ടാക്കാതെ കഴുകു. അല്ലെങ്കിൽ അകത്തിരിക്കുന്ന മുഴുവൻ പാത്രങ്ങൾ ഞാൻ കഴിക്കേ. അയ്യോ വേണ്ട, ശബ്ദം വരാതെ ഞാൻ തന്നെ കഴുകിക്കൊള്ളാം, പോരെ? നിങ്ങൾ എന്താ കളിക്കാണോ? അതല്ല, ശബ്ദം വരാതെ കഴുകുക. നേരമില്ലാത്ത നേരത്തെ നിങ്ങളുടെ ഈ ഓഞ്ഞ തമാശ കൊണ്ട് വന്നാലുണ്ടല്ലോ, ഈ കഞ്ഞിക്കലെടുത്ത് തലക്കടിക്കും ഞാൻ. അയ്യോ, എന്റെ അമ്മ എന്തും സാധനം. വേഗം പറഞ്ഞ പടി തീർക്കാൻ നോക്ക്. എന്താ നികേഷേ? ഹലോ. അല്ല നികേഷ്, നിങ്ങൾ അവന്റെ അടുത്തെയാണോ? എന്നാ പറഞ്ഞ പണി ആദ്യം തീർക്ക്.
വേഗം കഴുകി വെച്ചിട്ട് വാ. എന്താ അടുത്ത് വരാൻ പറഞ്ഞേ? നിന്റെ ക്ലാസ് കഴിഞ്ഞായിരുന്നോ? ആ, ലാസ്റ്റ് പീരീഡ് കഴിയാറായപ്പോഴാ മെസ്സേജ് കണ്ടത്. അപ്പോഴേക്കും ഹരീഷേട്ടൻ പിക്ക് ചെയ്യാൻ വന്നു. എന്താ നിധി എല്ലാരോടും വരാൻ പറഞ്ഞെന്തിനാ? അതെ, കുറച്ചു നേരത്തിനുള്ളിൽ സുഭാഷ് ചേട്ടനെ കാണാൻ വേണ്ടി പെൺവീട്ടിൽ നിന്ന് ആള് വരും. പെണ്ണ് വീട്ടിൽ നിന്ന്? എടാ നിങ്ങൾ എന്തിനാ എന്നെ നോക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. അല്ല ഇതാരാ ഏർപ്പാടാക്കിയ? ഏട്ടത്തെയാ? സുഭാഷ് ചേട്ടൻ തന്നെ ഏർപ്പാടാക്കിയതാ. സുഭാഷേട്ടൻ തന്നെ പെണ്ണു വീട്ടുകാരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ? അതെ. എന്താ? അല്ല നമ്മളോട് ആരോട് ഡിസ്കസ് ചെയ്യണ്ട. സുഭാഷ് ഏട്ടൻ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അതിലും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നുണ്ട്. എന്താ? സുഭാഷ് ചേട്ടൻ ബ്രോക്കറോട് പറഞ്ഞ് ആ വീട്ടുകാരോട് മാത്രല്ല ആ പെൺകുട്ടിയോട് നേരിട്ട് കണ്ട് സംസാരിച്ച് എല്ലാം ഉറപ്പിച്ചു. ഇതിപ്പോ സുഭാഷേട്ടനോ? എന്നിട്ട് അവര് ഓക്കെ പറഞ്ഞത്? ഇതൊക്കെ എപ്പോഴാ നടന്നത്? അതൊക്കെ എപ്പോഴേ നടന്നു, നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മളറിഞ്ഞ വർക്കൗട്ട് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും സുഭാഷേട്ടൻ ഒറ്റയ്ക്ക് ചെയ്തത്. എല്ലാ തവണയും എല്ലാരും കൂടി പോയി കണ്ടുറപ്പിച്ച് അവസാനാവുമ്പോ എല്ലാരും വിഷമിച്ച് എങ്ങും എത്താതെ പോവല്ലേ. ഇത്തവണ ഒറ്റയ്ക്ക് കണ്ട് എല്ലാം ശരിയായതിനു ശേഷം പറയാന്ന് കരുതി കാണും. രാവിലും കൂടി ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. എല്ലാം ശരിയാക്കിയിട്ട് പറയാൻ നിൽക്കായിരുന്നു പോലും. ആരോടും പറയാതെ ഇത്രയൊക്കെ ചെയ്തു എന്ന് നിങ്ങളോട് എങ്ങനെ പറയുന്ന സുഭാഷ് ചേട്ടന് വിഷമമുണ്ട്. എന്നെ ഓഫീസിൽ വന്നു കണ്ട് ഇതെല്ലാം നിങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞു. അതാ ഞാൻ നിങ്ങളെ വിളിച്ചേ. ആ, അവരെല്ലാം ഇപ്പൊ ഇങ്ങ് എത്തും. അതിനുമുമ്പ് എല്ലാരോടും വീട് വൃത്തിയാക്കണം. വാ. അതല്ല നിധി, ശരിക്കും സുഭാഷ് ഏട്ടൻ ഒറ്റയ്ക്ക് പോയി പെണ്ണ് കണ്ടെല്ലാം ശരിയാക്കിയെന്ന് പറഞ്ഞത് ശരിയാണോ? അതാ എനിക്കും സംശയം. സാധാരണ പെണ്ണ് കാണാൻ പോവാന്ന് പറഞ്ഞാലും ഒഴിവാക്കണ ആളാ. അതെ. ഇത് ഒറ്റയ്ക്ക് പോയി പെണ്ണിനെയും വീട്ടുകാരൊക്കെ കണ്ട് കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പറയുമ്പോ എനിക്കിതിൽ എന്തോ കുഴപ്പമുണ്ടെന്നൊരു തോന്നല്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തല്ലോ എന്ന് എനിക്കും ആശ്ചര്യം തോന്നിയായിരുന്നു. ആ, ഇനിയിപ്പൊ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. നമ്മുടെ ആഗ്രഹം സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കണമെന്നായിരുന്നില്ലേ? ഇനി അത് നന്നായി നടക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യാം. അങ്ങനെ സുധീഷ് പോയി എന്തേലും കുറച്ച് സ്നാക്സ് വാങ്ങിട്ട് വാ. 2 പാക്കറ്റ് പാലും. ശരി. അല്ല പെൺകുട്ടി ആരാന്ന് വല്ല സൂചന കിട്ടിയാ? ഇല്ല ഹരീഷേ, അതൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാനും ചോദിച്ചില്ല. വീട്ടിലേക്ക് വരുമ്പോ സംസാരിക്കാലോ. അല്ല പെണ്ണിന്റെ വീട് എവിടെയാ? വീട്ടുകാരൊക്കെ എങ്ങനെയാന്ന് അറിയാതെ? ഞാനേ ആ ബ്രോക്കർ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കട്ടെ. അല്പം നേരത്തിനുള്ളിൽ അവരിങ്ങ് എത്തുമല്ലോ. നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിക്കാം. നിങ്ങളെ ഞാൻ പറഞ്ഞത് ചെയ്. ആ, പിന്നെ അതിന്റെ കൂടെ കുറച്ച് ചായപ്പൊടിയും പഞ്ചസാരയും വാങ്ങണം. പിന്നെ ഒരു റൂം സ്പ്രേ, ചന്ദനത്തിരി 1 പാക്കറ്റ്. 2 ബൂസ്റ്റ് മാറ്റി. ഈശ്വര, ലിസ്റ്റ് വലുതായി വരുവാണല്ലോ. ഹരീഷേ, നീ ഒന്ന് പോയിട്ട് വാ. എന്താ നിങ്ങക്ക് പോയാ? അയ്യോ അതല്ല, അവനാകുമ്പോഴേ ഈ സാധനങ്ങളൊക്കെ നോക്കിയും കണ്ടും എടുക്കാൻ അറിയാതെ. അതെ, ഞാൻ വാങ്ങിക്കോളാം. അല്ലെങ്കിലും കാശ് ചെലവാക്കണ കാര്യത്തില് സുധീഷ് ചേട്ടൻ ഇറങ്ങില്ലല്ലോ. അടി. എടുത്ത് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി. ആ, എന്നാ പിന്നെ ബാക്കിയെല്ലാം പാത്രോടി കഴുകിയേക്ക്. അയ്യോ, അത്രയും പാത്രം ഞാൻ ഒറ്റയ്ക്ക് കഴുകാനോ? അതിനി പുറത്ത് നാളെ വെക്കണം. ഈ നിധി ഈ വീട്ടിലെ എല്ലാ പാത്രങ്ങളും എടുത്ത് കഴുകി വെക്കുന്നത് എന്തിനാ? മാത്രമല്ല അവര് വന്ന് നേരെ അടുക്കളയിലേക്കാണോ വരാൻ പോകുന്നത്? ഇവിടെയല്ലേ ഇരിക്കാൻ പോണേ? അപ്പൊ പിന്നെ ഇവിടെ അങ്ങ് വൃത്തിയാക്കിയ പോരെ? വീട് കാണാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നാലോ? അതിപ്പോ വീടല്ലേ, അപ്പൊ ഇത്തിരി വൃത്തിയോടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാ പോരെ? സമ്മതിച്ചു. മണ്ടി. ഈ ഹോളൊന്ന് വൃത്തിയാക്കാമോ? പാത്രങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതാ പിടിച്ചോ, പിടിക്കേ. ഗായു. ആര്? ബസ് സ്റ്റോപ്പിൽ എന്നെ നോക്കി നിൽക്കുന്ന പെൺകുട്ടിയില്ലേ, ഗായത്രി, അവളാണ്. ഇതൊന്ന് പിടിച്ചേ, ഞാൻ ഫോൺ എടുക്കട്ടെ, പിടിക്കേ. ഹലോ ഗായു, പറമോളെ, എന്ത് ചെയ്യുവാ? ഞാൻ വെറുതെ ഇരിക്കുക. ഇയാളോ? ഞാനും വെറുതെ ഇരിക്കുകയാണ്. ഹലോ ഗായു, പറമോളെ, എന്ത് ചെയ്യുവാ? ഞാൻ വെറുതെ ഇരിക്കുക. ഇയാളോ? ഞാനും വെറുതെ ഇരിക്കുകയാണ്. ജോലിക്ക് പോയില്ലേ? പോയി, തിരിച്ചു വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. അല്ല ഗായു, കുറച്ചു മുമ്പ് വിളിച്ചല്ലേ ഉള്ളൂ, പിന്നെന്തിനാ വീണ്ടും വിളിക്കുന്നേ?
അതെന്താ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ പാടില്ലേ? അയ്യോ, ഈ ഗായുൻ എന്നെ എപ്പോ വേണേലും വിളിക്കാലോ. എത്ര തവണ വേണമെങ്കിലും വിളിക്കാം. പിന്നെ ഗായു, ഇയാള് കഴിച്ചായിരുന്നോ? ആ, കാപ്പി കുടിച്ചു. ഇയാളോ? ഇല്ല ഗായു, കുടിച്ചില്ലാന്നേ. ആ, ഇവിടെ അത് ശ്രദ്ധിക്കാനൊന്നും ആരുമില്ലല്ലോ. ഛെ, പോ പാറ്റ. വൃത്തികെട്ട ജന്തു. ദേ, ഭക്ഷണ സമയത്ത് കഴിക്കണം കേട്ടോ, അല്ലെ എന്തെങ്കിലും അസുഖം വരും. ആ, ഇനിമേല് ഞാൻ കഴിച്ചോളാം ഗായു. നേരത്തിന് ഞാൻ വിളിച്ച് ചെക്ക് ചെയ്യുവേ. ഓ, ആ, അതെ. എന്നോട് ഗായുന് എന്ത് ശ്രദ്ധയാണെന്നോ. ഹലോ ഹലോ. ആ, ഹലോ ഗായു, പറ. ഈവനിങ് മീറ്റ് ചെയ്യാവോ? ഈവനിങ് കാണണോ? അയ്യോ ഇല്ല ഗായു, വീട്ടില് കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടേ. നമുക്ക് നാളെ രാവിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാന്നേ, പോരെ? ഞാൻ നേരത്തെ പറയണോന്ന് വിചാരിച്ചാ. ഫോണിലൂടെ ഇയാളുടെ വോയിസ് കേൾക്കാൻ എന്ത് സ്വീറ്റ് ആണെന്നറിയോ? അതെയോ? എന്റെ ശബ്ദം അത്രയ്ക്ക് സ്വീറ്റ് ആണോ? താങ്ക്സ് ഗായു. എന്താ അവര് വരുമ്പോഴേക്കും അടിച്ച് വൃത്തിയാക്കിയിടാതെ, എന്നിട്ടാവാം നിങ്ങളുടെ ഒടുക്കത്തൊരു ഗായും. ഹലോ ഹലോ ഹലോ. ഹലോ ഹലോ. ഇവിടെ ഒരേ ഡിസ്റ്റർബൻസ് എന്നേ, ശല്യം. ഗായു പറഞ്ഞോളൂ. ഗായു, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാവേ. ആ, അതെയോ? എന്നാ ഞാൻ രാത്രി ഉറപ്പായിട്ടും വിളിക്കും. ആ, ഓ, ഓക്കെ ഓക്കെ ഓക്കെ, ബൈ 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 ബൈ. സംഗതിയേക്കുന്നുണ്ട്. പെൺവീട്ടുകാരുടെ വണ്ടി വീട്ടിലേക്കുള്ള കവലയുടെ വളവ് തിരിയുന്ന സമയത്താണോ എന്നോട് പറയുന്നത്? കുറച്ചു മുമ്പേ അറിയിക്കാൻ പാടില്ലായിരുന്നോ? ഓ, മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യായിരുന്നു? അത് നീ എന്തിനാണ് അറിയുന്നേ? ഇടാ, പറയാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം, അത് പറയണം. ഞാൻ പറഞ്ഞില്ലേ, സുഭാഷ് ചേട്ടൻ ഇന്നാ ഞങ്ങളടുത്ത് പറയുന്നത്. അകത്തിരിപ്പുണ്ടല്ലോ, ചോദിച്ചു നോക്ക്. ഓ, അവനോട് ചോദിച്ചിട്ട് മറുപടി വേണ്ടേ? മുനിയാണല്ലോ മുനി. ഇപ്പൊ ഒരു കാര്യം നടക്കാൻ പോവാണല്ലോ, അത് നടക്കട്ടെ. അവര് വരുമ്പോ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യവും അവരോട് സംസാരിക്കണം. ഓ, ഇത്രയും കാലം ഞാൻ പിന്നെ ചിറ്റപ്പനായിട്ടാണല്ലോ പെണ്ണുങ്ങളാൻ വന്നോണ്ടിരുന്നത്. ഈ വക കാര്യങ്ങളെല്ലാം ആദ്യം അറിയേണ്ടത് ഞാനാ. ന്യായം നോക്കിയാൽ ഞാൻ അതിനകത്ത് പങ്കെടുക്കാൻ പോലും പാടില്ലാത്ത. അതെ, ന്യായം നോക്കിയിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ എല്ലാം ചെയ്യണേ. ഒരു കുട്ടിയെ കണ്ടെത്തി ഇതെല്ലാം നടത്തി കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്താ? ഓ, അത് നിങ്ങൾ ചെയ്താ? അത് ചെയ്യാത്തോണ്ടല്ലേ സുഭാഷ് ചേട്ടൻ ഇതൊക്കെ ചെയ്യേണ്ടവന്നേ. ഘടാഘടിയന്മാരായ 3 അനിയന്മാരുണ്ടായിരുന്നല്ലോ. അവരവർക്ക് ഓരോന്നിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്താ ചേട്ടന് വേണ്ടി കണ്ടെത്താഞ്ഞേ? മതി, ഇനി അതും പറഞ്ഞ് വഴക്കിടണ്ട. പോയി ഫ്രഷ് ആയിട്ട് വേഷം മാറി വാ. അവരെന്താ എന്നെ കാണാനാണോ വരുന്നേ? ഞാൻ വേഷം മാറി റെഡിയായിരിക്കാൻ. ദേ, വെറുതെ തർക്കിക്കാൻ നിക്കല്ലേ. ഞാനിപ്പോ എന്താ വേണ്ടെന്ന് പറ. ചെന്ന് കാലും മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വാ, വേഗം. ഓ ശിവനെ. വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, സുഭാഷ് ചേട്ടൻ എന്തെങ്കിലും ഒഴിഞ്ഞു മാറിയിരിക്കുന്ന? ഏയ്, അങ്ങനൊന്നുമില്ലടാ. ഞങ്ങളോടൊന്നും പറഞ്ഞില്ല എന്ന് ഓർത്തിട്ടാണോ? ആണ്. അതൊന്നും സാരമില്ല, സുഭാഷ് ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ടല്ലേ. അപ്പോ ഞങ്ങൾക്ക് ഓക്കെയാണ്. ആ, എന്തുപറ്റി? എന്തോ വലിയ ടെൻഷനുള്ള പോലെ. ഏയ്, അവർക്ക് നമ്മുടെ വീട് ഇഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ടാണോ ഇനി? അതൊക്കെ ഇഷ്ടപ്പെടുന്നേ, ഉറപ്പാ. ചേട്ടാ, നിങ്ങളൊന്ന് ഓക്കെ ആയേ.
ആ ദേ അവര് വന്നോന്ന് തോന്നുന്നു. എനിക്ക് വാന്നേ, നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. വാ. എടാ നികേഷേ, ആ വാടാ അവര് വന്നു. ആ വരൂ. എന്താ നോക്കുന്നേ? വീട് സ്വന്തം തന്നെ, ഇത്തിരി പഴക്കൊണ്ടതേ ഉള്ളൂ, പൊളിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. വീട് മാത്രമല്ല, ചുറ്റുമുള്ള തോട്ടവും നമ്മുടെ തന്നെ. അല്ല നിങ്ങൾ ഞാനോ? അത് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാനിവന്റെ തന്ത, ഫാദർ ഭാസ്കരൻ. എന്നാടാ അച്ഛൻ്റെ വീട്ടുകാരെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഇവരോട്? ഞങ്ങളെല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഇതാണ് അച്ഛൻ ഭാസ്കരൻ, ഇത് സുധീഷ്, അത് ഹരീഷ്, ഇത് നികേഷ്, അനിയന്മാരാ. ഇത് നിധി, സുധീഷിന്റെ വൈഫാ. ചേട്ടന് മുമ്പേ അനിയൻ കിട്ടി. ലവ് മാരേജ് അറിയാം. മോളെ ചെന്ന് ചാടുക. ആ വാ നികേഷ്. എടുത്തി വന്നവരിൽ 3 പേര് പെണ്ണിന്റെ അച്ഛനും അമ്മയും അമ്മായി ആയിരിക്കും. അതെനിക്ക് മനസ്സിലായി. മറ്റേതാരായിരിക്കും? അറിയില്ലടാ. പെണ്ണിന്റെ ചേച്ചി ആയിരിക്കൂലേ? ആവും. വാ. ആ എല്ലാവർക്കും കൊടുക്കുക. ആ എടുത്ത് കഴിക്കേ. വീടൊക്കെ കാണണോ? വരൂ വരൂ. അതെ എടുത്ത് കഴിക്കേ. എടുക്ക, നോക്കിയിരിക്ക, എടുക്ക. പെണ്ണിന്റെ ചേച്ചിയാന്ന് തോന്നുന്നല്ലേ? അവരാണ് വീട്ടിലെല്ലാം തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ്ട, കല്യാണത്തിന് മുമ്പ് ആവശ്യമുള്ള ഫർണിച്ചറൊക്കെ വാങ്ങിച്ചിടാം. കുടുംബത്തിലെ മൂത്തയാള് സുഭാഷല്ലേ? അപ്പൊ അനിയന്മാരുടെ കാര്യത്തിലൊക്കെ മുഴുവൻ ഉത്തരവാദിത്വം സുഭാഷിനായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയുള്ളവരാ. സുഭാഷ് ചേട്ടൻ ഞങ്ങളെല്ലാവരും നിയന്ത്രിക്കുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ സുഭാഷ് ചേട്ടന് സ്വന്തം ജീവിതമാവുമെന്ന് ഞങ്ങൾക്കറിയാം. അല്ല നിങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ? അത് മറന്നു. ഇത് പെൺകുട്ടിയുടെ അച്ഛൻ കഴക്കൂട്ടത്ത് ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്നു. നമസ്കാരം. ഇത് കുട്ടിയുടെ അമ്മ. അത് കുട്ടിയുടെ ഒരേ ഒരു അമ്മായി. അപ്പോ ഇത് കുട്ടിയുടെ ചേച്ചിയാണോ അതോ ഏടത്തിയാണോ? ഞാൻ തന്നെ പെണ്ണ്. അല്ല ഇതൊരു പുതുമയാണല്ലോ.
പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിൽ ചെറുക്കനെ കാണാൻ വരുന്ന ഏർപ്പാടോ? അങ്ങനൊരു വഴക്കും ഇല്ലല്ലോ. പുതിയ കീഴ്വഴക്കം തുടങ്ങി വെക്കണോടാ? അയ്യോ അല്ല, ആദ്യ കല്യാണത്തില് എല്ലാം പഴയ രീതിയിൽ തന്നെ നോക്കി നടത്തിയതാ. അത് മൊത്തത്തിൽ പരാജയമായി. ആദ്യ കല്യാണോ? ഇനിയുള്ള കല്യാണമെങ്കിലും എല്ലാം ശരിയായി നടക്കണമെന്ന് വിചാരിച്ചിട്ടാ ഇവള് തന്നെ മുന്നിട്ടിറങ്ങിയത്. രണ്ടാം കല്യാണോ? അതെ. എന്താ സുഭാഷ്, വീട്ടിൽ ആരോടും ഇതൊന്നും പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞോളാം. സാരമില്ല, ഞാൻ തന്നെ പറയാം. എനിക്കിത് സെക്കൻഡ് മാരേജാ. ആദ്യ വിവാഹം എല്ലാം നോക്കി തന്നെ നടത്തിയേ. പക്ഷേ ഞങ്ങൾ തമ്മിൽ ശരിയായില്ല. തുടർച്ചയായി പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു ജീവിതം വേണ്ടാന്ന് തീരുമാനിച്ചു. ഇപ്പോ ഡിവോഴ്സിന് അപേക്ഷിച്ചിരിക്കുവോ? അപേക്ഷിച്ചിരിക്കണോ? ശരിക്കും മനസ്സുകൊണ്ട് സന്തോഷിച്ചാണോ ഈ തീരുമാനം എടുത്തത്? എന്തേലും പ്രത്യേക കാരണം കൊണ്ട് തീരുമാനിച്ചല്ലോ അല്ലേ? ഈ ഡ്രസ് എങ്ങനെയുണ്ട്? അല്ല, ഗായുവിന് ഈ കളർ ഇഷ്ടാവോന്നറിയില്ല, അതുകൊണ്ട് ചോദിച്ചാ. അവൾക്ക് ഇഷ്ടാവുന്ന അവളോട് ചോദിക്കണം, എന്നോടല്ല ചോദിക്കേണ്ടത്.